നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ, സെക്യൂരിറ്റി ഗാർഡ്, ഹൗസ് കീപ്പിംഗ്, ലാസ്റ്റ് ഗേഡ് സർവൻറ്റ് തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസറൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ആൻസറിലേക്ക് പോവാം. കേരള PSC പരീക്ഷ എഴുതുന്നവർക്കും ലാസ്റ്റ് ഗേഡ് സർവൻസിന് മാത്രമായി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത്? ആൻസർ ദണ്ഡി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ചായിരുന്നു? ദണ്ഡിയായിരുന്നു. ദണ്ഡി, കടപ്പുറം നമുക്ക് മനസ്സിലായി, കൊടിയെത്തും. ദണ്ഡിയാണ് ആൻസർ, ദണ്ഡി. സബർമതി എന്താണ്? ഗാന്ധിജി സ്ഥാപിക്കുന്ന ഒരു ആശ്രമത്തിൻ്റെ പേരൊക്കെയാണ് സബർമതി എന്ന് പറയുക. വാർധ എന്താണ്? വാർധ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിൽ വരിക? വാർധ പദ്ധതി അല്ലേ? 1937 ഗാന്ധിജി രൂപപ്പെടുത്തിയെടുത്ത അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതാണ് വാർധ പദ്ധതി. അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജി ഉണ്ടാക്കിയെടുത്ത ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണെന്ത്? വാർധ പദ്ധതി എന്ന് പറഞ്ഞാൽ 1937 ഓക്കെ. ഇവിടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ചാണ്? ദണ്ഡിയിൽ വെച്ചാണ്. ദണ്ഡി കടപ്പുറം. അടുത്തത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതെല്ലാം? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതെല്ലാം? ആൻസർ പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും കാരണമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമാക്കിയത്. പ്ലാസി യുദ്ധം എന്ന് പറയുമ്പോൾ 1757 നടക്കുന്നത്. അതാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമാവുന്നത്, തുടക്കം കുറിച്ചത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടക്കം കുറിക്കുന്ന യുദ്ധമാണേത്? പ്ലാസി യുദ്ധം 1757. ബക്സാർ യുദ്ധം എന്നാണ്? 1764 ബക്സാർ യുദ്ധം. അത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അവിടെ അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടും കൂടി നമുക്ക് പറയാൻ പറ്റുക. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. 1757 പ്ലാസി യുദ്ധവും 1764 ബക്സാർ യുദ്ധവും നടക്കുന്നുണ്ട്. അടുത്തത്, യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതല്ല? യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതല്ല? ആൻസർ സെൻസസ് ആണ് യൂണിയൻ ലിസ്റ്റിൽ വരിക. അടുത്തത്, നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാവലിൻ ത്രോ. നീരജ് ചോപ്ര ജാവലിൻ ത്രോ. അടുത്ത ക്വസ്റ്റ്യൻ, കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത് എന്താണ്? കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത്? ആൻസർ ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട്. അത് നടന്ന വർഷം ഏതാണ്? 1919 റൗലറ്റ് ആക്ടിൻ്റെ വർഷം. 1919 റൗലറ്റ് ആക്ടിൻ്റെ വർഷം എന്ന് പറഞ്ഞാൽ, അതായത് പൗരന്മാരുടെ അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് റൗലറ്റ് ആക്ട് ഉദ്ദേശിച്ചത്. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയ ആക്റ്റാണ് റൗലറ്റ് ആക്ട്. കൂടാതെ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും റൗലറ്റ് ആക്ടിന് സഹായിച്ചു അല്ലേ? ഇവിടെ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് പറയുമ്പോൾ അത് 1909 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാമുദായിക സംവരണം കൊണ്ടുവന്നത് മിൻറ്റോ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാമുദായിക സംവരണം കൊണ്ടുവന്നത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരത്തിലൂടെയാണ്. അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കിയത് ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. വെല്ലിംഗ്ടൺ പ്രഭുവാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കിയ ഭരണാധികാരി. വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷൻ നടന്ന വർഷം ഏതാണ്? 1946 ക്യാബിനറ്റ് മിഷൻ നടന്ന വർഷം. ഓക്കെ, അതായത് അധികാര കൈമാറ്റം നമ്മുടെ സ്വാതന്ത്ര്യ ആ സമയത്ത് തന്നെ 46
സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് തന്നെ അധികാര കൈമാറ്റ ചർച്ചകളൊക്കെ ഇന്ത്യൻ നേതാക്കളുമായി നടത്തിയത് ഇതാണ് ക്യാബിനറ്റ് മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികാര കൈമാറ്റ ചർച്ചകൾ ഇന്ത്യൻ നേതാക്കളുമായി നടത്തിയത് ക്യാബിനറ്റ് മിഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം. ആൻസർ ഓപ്ഷൻ സി, ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണ്? ചൗരി ചൗര സംഭവമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നടന്ന വർഷം ഏതാണ്? 1920 നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന വർഷം, അല്ലേ? ഗാന്ധിജിയാണ്. ചൗരി ചൗര സംഭവം നടക്കുന്നത് എന്താണ്? പിൻവലിച്ചത് എന്താണ്? 1922, അല്ലേ? ചൗരി ചൗര, 2 ചൗര വന്നില്ലേ? 22. 1922 ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം 1920. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ ബി, ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു. ഓക്കെ, അതാണ് അതിൻ്റെത്. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ ആരെല്ലാമാണ്? ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ. ആൻസർ ഓപ്ഷൻ എ, പോർട്ടുഗീസുകാർ. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? പോർട്ടുഗീസുകാരാണ്, അല്ലേ? വർഷം 1498 യൂറോപ്യന്മാരായ പോർട്ടുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. പോർട്ടുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നു. ഇനി അന്ന് അവസാനം തിരിച്ചു പോയതും ആര് തന്നെയാണ്? പോർട്ടുഗീസുകാർ തന്നെയാണ്. 1961 പോർട്ടുഗീസുകാർ തിരിച്ചുപോയി. ഓക്കെ, അപ്പോൾ ആദ്യം വന്ന യൂറോപ്യന്മാരും അവസാനം തിരിച്ചുപോയ യൂറോപ്യന്മാരും ആര് തന്നെയാണ്? പോർട്ടുഗീസുകാരാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ ആരൊക്കെയാണ്? പോർട്ടുഗീസുകാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ, AKG ആണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ, AKG ആണ് വോളണ്ടിയർ ക്യാപ്റ്റൻ. K കേളപ്പൻ എന്ന് പറയുമ്പോൾ അതാരായിരുന്നു? അതിൻ്റെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് K കേളപ്പൻ. അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ, AKG ആയിരുന്നു. തുടങ്ങി വെച്ചതെന്നായിരുന്നു സത്യാഗ്രഹം? 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അടുത്തത്, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്ന്? അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്ന്? ആൻസർ വെങ്ങാനൂരിൽ നിന്ന്. വെങ്ങാനൂരിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സംഘടന ഏതായിരുന്നു? സാധുജന പരിപാലന സംഘം. അടുത്തത്, ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ആൻസർ എന്താണ് നമുക്കതിൽ വരുന്നത്? ആൻസർ ഭാഷകളാണ്, അല്ലേ? ഭാഷകളാണ്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഇതിൽ ഓപ്ഷൻസൊക്കെ ഉണ്ട്, അല്ലേ? ഭരണഘടന 8ാം ഭാഗം ഏതാണ്? ഭാഷകളാണ്. തെറ്റിക്കാൻ പല മാർഗ്ഗം ഇവിടെയുണ്ട്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഭരണഘടനാ ഭാഗം ഏതാണ്? അല്ലെങ്കിൽ ഭാഷയെന്ന് പറയുമ്പോൾ 8ാം പട്ടിക ഭാഷയാണ്. ഈ ഭാഷ വരുന്ന എത്ര ഭാഷകളാകെ എങ്ങനെ ഇപ്പോൾ ഉണ്ട്? 22 ഭാഷകളാണ് ഉള്ളത്. 22 ഭാഷകളാണ് ഉള്ളത്. ആ ഭാഷകളെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 343 മുതൽ 351 വരെയാണ് ആർട്ടിക്കിൾസ്. നമ്മുടെ ഭാഷകളെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 343 മുതൽ 351 വരെയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഭാഷകൾ ആകുന്നു. ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണ്? 2024 ഏതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃതിക്, ആസാമീസ്, ബംഗാളി ഭാഷ. ഓക്കെ, ആസാമീസ്, ബംഗാളി ഭാഷ ഒന്ന് ഓർത്ത് വെച്ചോളൂ. 2024 കിട്ടിയതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റുകളെക്കുറിച്ച് പറയുന്നത് പട്ടിക 7 അതുപോലെ
കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചും സംസ്ഥാനങ്ങളെക്കുറിച്ചും പറയുന്ന പട്ടിക ഏതാണ്? പട്ടിക ഒന്നിൽ ഓക്കെ, ഭരണഘടനയുടെ പട്ടിക ഒന്നിൽ സംസ്ഥാനങ്ങളെക്കുറിച്ചും കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. പട്ടിക 8 ഭാഷകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പട്ടിക 7 ലിസ്റ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റ് അല്ല, ലിസ്റ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു 8ാം പട്ടികയിൽ ഭാഷകളെക്കുറിച്ചാണ് പറയുന്നത്. 22 ഭാഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നുണ്ട് 343 മുതൽ 351 വരെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ആൻസർ ബ്രഹ്മസമാജം രൂപീകരിച്ചത് ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം രൂപീകരിക്കുക. ആര്യസമാജം രൂപീകരിച്ചത് ആരാണ്? ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം രൂപീകരിച്ചത് അല്ലേ? തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുമ്പോഴോ, തിയോസഫിക്കൽ സൊസൈറ്റി അതാരാണ്? മാഡം ബ്ലാവട്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ് തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിക്കുക. മാഡം ബ്ലാവട്സ്കി, കേണൽ ഓൾക്കോട്ട്, തിയോസഫിക്കൽ സൊസൈറ്റി അല്ലേ? അലിഗർ പ്രസ്ഥാനം ഏതാണ്? അലിഗർ പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനം. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിനെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ്? അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിനെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ്? ആൻസർ പുന്നപ്ര വയലാർ സമരം എന്നാണ് ഇത് വർഷം 1946 പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരമെന്നും പുന്നപ്ര വയലാർ സമരത്തിനെ അറിയപ്പെടുന്നുണ്ട്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരമാണിത് പുന്നപ്ര വയലാർ സമരം. അതിൻ്റെ വർഷം 1946. തുലാം 10 സമരം എന്നതിനെ അറിയപ്പെടുന്നു. ഇനി ഇവിടെ മലബാർ ലഹള നടന്ന വർഷം ഏതാണ്? മലബാർ ലഹള നടന്ന വർഷം 1921 മലബാർ ലഹള, പൂക്കോട്ടൂർ മലബാർ ലഹള നടക്കുന്നത്. മൊറാഴ സമരം നടക്കുന്ന വർഷം ഏതാണ്? 1940 മൊറാഴ സമരം നടക്കുന്ന വർഷം. മൊറാഴ സമരം 1940. അതായത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ സമരം. സമരമാണിത് മൊറാഴ സമരം എന്ന് പറയുന്നത്. ഓക്കെ, കയ്യൂർ നിങ്ങൾക്കറിയാം 1941 കയ്യൂർ സമരം. അടുത്തത് യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ശ്രീനാരായണ ഗുരു. യുഗപുരുഷൻ. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി, ഐത്ത് നിർമ്മാർജ്ജനം. തൊട്ടുകൂടാതെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 20 എന്ന് പറയുമ്പോൾ എന്താണ്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് അല്ലേ? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് വഴി ഒരു കുറ്റത്തിന് വേണ്ടി ഒരാളെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയും. അത് ആർട്ടിക്കിൾ 22. 20 എന്ന് പറയുമ്പോൾ കുറ്റങ്ങൾ സ്ഥാപിക്കുന്ന ഒരു കുറ്റം എങ്ങനെ സ്ഥാപിക്കുക, ഒരാൾ സ്ഥാപിക്കപ്പെടാം, അതിനെ സംബന്ധിച്ച് പറയുന്നതാണെന്ത് ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞാൽ. 22 എന്താണ്? ഒരു കുറ്റത്തിന് ഒരാളെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയാണ് ആർട്ടിക്കിൾ 22. ഓക്കെ, കുറ്റങ്ങളെ സംബന്ധിക്കുന്നതാണെന്ത്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്ന സംബന്ധിച്ചതാണെന്ത്? ആർട്ടിക്കിൾ 20 മുതൽ തുടങ്ങുന്നത്.
21A എന്ന് പറഞ്ഞ് നമുക്കറിയാം, എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് 21A അല്ലേ. 86 ഭരണഘടനാ ഭേദഗതി വകുപ്പ് പ്രകാരമുള്ളതാണ്. ഓക്കെ. ആർട്ടിക്കിൾ 29 എന്ന് പറയുമ്പോഴോ ന്യൂനപക്ഷത്തെ സംബന്ധിക്കുന്നതാണ്. ഭരണഘടനയിൽ ന്യൂനപക്ഷത്തെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാം എന്താണ്, അവരുടെ ഭാഷകളെക്കുറിച്ചും എല്ലാ മത സാംസ്കാരിക വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറയുന്നതാണ് എന്ത്, ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ഏതിനെയാണ്, എന്തിനെയാണ്? ആൻസർ എന്താണ്? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ് ഹൃദയവും ആത്മാവും. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും അതാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലേ. ഏത് ആർട്ടിക്കിൾ വഴി പറഞ്ഞേക്കുന്നത്? ആർട്ടിക്കിൾ 32 പ്രകാരമാണിത് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്താണെന്ന് പറഞ്ഞു? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശമാണെന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു. ആർട്ടിക്കിൾ 32 പ്രകാരമാണിത് പറഞ്ഞേക്കുന്നത്. ഇവിടെ സാംസ്കാരിക വിദ്യാഭ്യാസപരമുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഏത് ആർട്ടിക്കിളാണ് വരിക? അവിടെ 29 to 30 വരെയുള്ളതെല്ലാം എന്താണ്? അതിനകത്ത് 29A 29B ഒക്കെ വരുന്നുണ്ട്. അപ്പം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആണെന്ന് ശരിക്കും 29 to 30 വരിക എപ്പോഴും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇവിടെ പ്രാഥമിക മേഖല ഉൾപ്പെടാത്തത് ഏതാണ്? വ്യവസായം. ഓക്കെ. കൃഷി, മത്സ്യബന്ധനമൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഖനനവുമൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രാഥമിക മേഖല വരുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഏത്? 20 ദിന പരിപാടി. 20 ദിന പരിപാടി എന്ന് പറയുന്നത്. അടുത്തത് 2021-22 മാനവ വികസന സൂചിക HDIയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 132. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ശരിയായത് ഏതാണ്? 1, 2, 3, 4 ശരിയാണല്ലേ. ഓപ്ഷൻ B ആൻസറാണ്. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്തൊക്കെ വരുന്നുണ്ട്? കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല. DK കാർവേ കമ്മിറ്റിയാണത് തീരുമാനിക്കപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ ഏതാണ്? 48 നിയമിച്ച കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ 1948 നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഏത് കമ്മീഷനാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓക്കെ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് 1948 രൂപീകരിച്ച കമ്മീഷനാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലേ. കോത്താരി കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? 10+ അല്ലേ, 10+, 2+3 എന്ന് വരുന്ന ആ പാറ്റേൺ ഉള്ളതാണെന്ന് കോത്താരി കമ്മീഷൻ. അത് 64, 66 കാലഘട്ടത്തിലാണ് നടക്കുക. മുതലിയാർ കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസം. സെക്കൻഡറി വിദ്യാഭ്യാസം അതുപോലെ തന്നെ പിന്നെന്താണ്? ത്രിഭാഷാ പദ്ധതി. സെക്കൻഡറി ഭാഷയും സെക്കൻഡറി വിദ്യാഭ്യാസവും ത്രിഭാഷാ പദ്ധതിയും ഒക്കെ ഉള്ളതാണെന്ത്? ഡോക്ടർ മുതലിയാർ കമ്മീഷൻ. അടുത്തത്, വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? ആൻസർ കോഴിക്കോട്. വിശപ്പ് രഹിത നഗരം കോഴിക്കോട്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? സേവന മേഖല. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? താലൂക്കിൻ്റെ പേര് ഉടുമ്പൻ ചോല എന്നാണ്. ഉടുമ്പൻ ചോല എന്നാണ് താലൂക്കിൻ്റെ പേര്. റിസർവ് വുഡ്ലാൻഡ് ആണ് എന്ത്? മതികെട്ടാൻ ചോല. റിസർവ് വുഡ്ലാൻഡ് ആണ്
മതികെട്ടാൻ ചോല. 2003 പ്രഖ്യാപിതമാവുന്നത് ഇടുക്കി ജില്ലയിലാണ്. 2003 ഇടുക്കി ജില്ലയിലാണിത് പ്രഖ്യാപിതമാവുന്നത്. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുക. ഭാരതപ്പുഴ ഉത്ഭവസ്ഥാനം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകൾ. അപ്പോൾ പെരിയാറിൻ്റെതോ? പെരിയാറിൻ്റെ PSC ആൻസർ തന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകും. നമുക്ക് 2 ആൻസറും പഠിക്കാം. പെരിയാർ എന്ന് പറയുമ്പോൾ എന്താ? ശിവഗിരി മലയാണ് പെരിയാറിൻ്റെത്. ശിവഗിരി മലയാണ് പെരിയാറിൻ്റെത്. അതുപോലെ തന്നെ ചൊക്കാംപെട്ടി എന്ന് വന്നാലും നമുക്ക് ഉത്തരം എഴുതാം. ശിവഗിരി മലയാണ് പെരിയാറിൻ്റെത് വരുന്നു. ചൊക്കാംപെട്ടി എന്ന് വന്നാലും അല്ലേ, ചൊക്കാംപെട്ടി എന്ന് വന്നാലും അതിൻ്റെ ഉത്തരമാണ്. ഓക്കെ, മുല്ലപ്പെരിയാർ ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അങ്ങനെ ചൊക്കാംപെട്ടി വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരം തന്നെ ശിവഗിരി മല എന്ന് വന്നാൽ നമുക്ക് ഉത്തരം ശിവഗിരി മല അല്ലേ. അപ്പോൾ ചാലിയാറിൻ്റെത് എവിടെയാണ്? ചാലിയാർ എന്ന് പറയുമ്പോൾ ഏതാണ് ഉത്ഭവസ്ഥാനം? ഇളമ്പലേരിക്കുന്ന്. ചോദിക്കാറുണ്ട്. ഇളമ്പലേരിക്കുന്ന്. ചാലിയാറിൻ്റെത് ഇളമ്പലേരിക്കുന്ന്. ഇളമ്പലേരിക്കുന്ന്. ചാലിയാറിൻ്റെത് ഇളമ്പലേരിക്കുന്ന്. ഭാരതപ്പുഴയുടേത് പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്നുമാണ്, ആനമല കുന്നുകളിൽ നിന്നുമാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. ചാലിയാറിൻ്റെത് ഇളമ്പലേരി കുന്നുകളാണ്. ഓക്കെ, പെരിയാറിൻ്റെ ശിവഗിരി മല എഴുതാം. ചൊക്കാംപെട്ടി വന്നാൽ അതും എഴുതാം. നെക്സ്റ്റ്, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണാണ്. 2019 ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൻ്റെ പേരെന്താണ്? മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആൻസർ ഓപ്ഷൻ ബി, ഉരുൾപൊട്ടലാണ്. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം ആരാണ്? MD വത്സമ്മ. MD വത്സമ്മ. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കായിക താരമാണ് MD വത്സമ്മ. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? കോതമംഗലമാണ്. കോതമംഗലമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. കോതമംഗലം, എറണാകുളം ജില്ല. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം അല്ലേ, ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ലക്ഷ്യം ഏതാണ്? ലക്ഷ്യം ഏതാണ്? തീരപ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക. പ്ലാസ്റ്റിക് പാടില്ല. തീരപ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക. പ്ലാസ്റ്റിക് മാലിന്യം പാടില്ല. ശുചിത്വ സാഗരം സുന്ദരതീരം. സാഗരം കടൽ അല്ലേ, അങ്ങനെ. അടുത്തത്, ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സ്ഥിതി ചെയ്യുന്ന ജില്ല. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം ജില്ല ഏതാണ്? ജില്ല എറണാകുളം ജില്ല. എറണാകുളം ജില്ല. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം എറണാകുളം ജില്ല. എറണാകുളം ജില്ല അല്ലേ. കോഴിക്കോട് ജില്ലയിലുള്ള ഏതായിരുന്നു ഇത്? നല്ലളം അല്ലേ. നല്ലളം ഡീസലാണ്. നല്ലളം ഡീസലാണ് അവിടെയും. ഓക്കെ, നമ്മളെ കൺഫ്യൂഷൻ ആക്കാനാണ് അല്ലേ, രണ്ടിടത്തും ഡീസലാണ് വരുന്നത്. ഓക്കെ, നല്ലടമാണ് കോഴിക്കോടുള്ളത്. അപ്പോൾ ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം എറണാകുളം, നല്ലളം ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? കോഴിക്കോടുമാണ്. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് പഠിച്ചവർക്ക് ഒരു കൺഫ്യൂഷൻസ് അവർ തരിക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ നമ്മളതൊന്ന് കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്കിത് കൺഫ്യൂഷൻ ആവാം. ഓക്കെ, ബ്രഹ്മപുരം എപ്പോഴും എറണാകുളമാണെന്ന് അങ്ങ് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല. മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏതാണ്? മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല എറണാകുളം ജില്ല. 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതായിരുന്നു? 2015 ഇടിമിന്നൽ. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിൽ, നവകേരളം ക്യാമ്പയിൻ, തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? ആൻസർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണിത് കൺട്രോൾ ചെയ്തത്. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത് കായൽ ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ
നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? കായൽ ആൻസർ ആക്കുളം. കായൽ ആക്കുളം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏതാണ്? പടിഞ്ഞാറൻ തീരത്ത്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് പട്ടണം ഏതാണ്? ദാമൻ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള പട്ടണമാണ് ദാമൻ. ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏതൊക്കെയാണ്? നർമ്മദയെ ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരി ഏതൊക്കെയാണ്? അമർഖണ്ഡ് പീഠഭൂമിയിൽ ഉത്ഭവിക്കുന്നു. നർമ്മദാ നദി പടിഞ്ഞാറേക്കൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ശരിയേതോ തെറ്റേതോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? ആൻസർ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് ഏറ്റവും കൂടുതൽ മഴ കൊടുക്കുന്നത്. ഓക്കെ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? ആൻസർ തെലുങ്കാന. ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. അടുത്തത് ആകാശത്തിൻ്റെ നിലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വിസരണം. ഏത് മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ ആണ് 100? ഫെർമിയം. ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? USA ബിഗ് ഇഞ്ച് എന്ന പെട്രോളിയം പൈപ്പ് ലൈൻ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ചെന്നൈ. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം, ബാങ്കുകളല്ലാത്ത ധനകാര്യ സ്ഥാപനം, ബാങ്കല്ല, ഏതൊക്കെയാണ്? ആൻസർ ഒന്നാമത്തതും മൂന്നാമത്തതുമാണ് അല്ലേ. 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം. പിന്നെ LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽപ്പെടുന്നു. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയാണ്. 56 ശേഷം 56 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ എന്താണ്? ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ടവയാണ്. ഇനി നമുക്കറിയാവുന്ന LIC, ഇൻഷുറൻസ് കമ്പനികളും ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവയെല്ലാം ഈ പട്ടികയിലുണ്ട്. അടുത്തത് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? ചിലിയാണ്. ഓപ്ഷൻ ഡി ചിലി. താഴെ പറയുന്നവയിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏതാണ്? ഷിൻഡോ മതം. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? നീലാംബരി രാഗമാണ് കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്നത്. എൻ്റെ പ്രണയവിസ്മയം അല്ലെ, ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയമാണ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം. ആൻസർ ഓപ്ഷൻ സി മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. വിറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ആൻസർ സ്കർവിയാണ്. വിറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി അല്ലേ. റിക്കറ്റ്സ് ഉണ്ടാകുന്ന ഏതിൻ്റെ കുറവ് മൂലമാണ്?
വിറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാവുക. റിക്കറ്റ്സ് അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? കണാരോഗം. ബെറിബറി എന്ന് പറയുമ്പോഴോ ഏതിൻ്റെ കുറവാണ്? B1ൻ്റെ കുറവാണ് അല്ലേ. പല്ലാഗ്ര നമ്മുടെ നാവ് കറുത്ത് വരുന്ന സംഭവം എന്താണ്? B3യുടെ കുറവ് മൂലമാണ് അല്ലേ. വിറ്റമിൻ എന്ന് പറയുമ്പോൾ അത് അടക്കെന്നും ബി ആൻഡ് സി എന്നും. അടക്കെന്ന് പറയുമ്പോൾ അത് കൊഴുപ്പിൽ ലയിക്കുന്നവയും ബി ആൻഡ് സി ജലത്തിൽ ലയിക്കുന്നതുമാണ്. 2 കാറ്റഗറി അങ്ങനെ അതിലാണ് എല്ലാം അല്ലേ. വിറ്റമിൻ എയുടെ കുറവുണ്ട്. അസുഖം എന്താണ്? കുറവ് കൊണ്ട് നിശാന്തത. അതുകൂടി കിടക്കട്ടെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. മനുഷ്യ മസ്തിഷ്കത്തിന് പല ഭാഗങ്ങളുണ്ട്. സെറിബ്രമുണ്ട്, സെറിബെല്ലമുണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട് അല്ല. താഴേക്ക് വരുന്ന മിഡിൽ ഓബ്ലോംഗറ്റ് ഒക്കെ എന്താണ്? മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ്. അതിൽ സെറിബ്രത്തിനെ കുറിച്ചുള്ള പ്രസ്താവന, സെറിബ്രം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയായത് 2ഉം 3ഉമാണ് അല്ലേ. നമ്മുടെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം സെറിബ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ് അല്ലേ. ഇനി ഇവിടെ ഇത് സെറിബെല്ലമാണ്. ഇത് സെറിബെല്ലത്തിൻ്റെ ധർമ്മമാണ്. സെറിബ്രം എന്ന് പറയുമ്പോൾ മസ്തിഷ്കത്തിൻ്റെ ലാർജ് ഭാഗം, ഏറ്റവും കൂടുതൽ ഭാഗവും സെറിബ്രമാണ്. താഴെ ഒരു കുഞ്ഞു ഭാഗമാണ് സെറിബെല്ലം വരിക. അതാണ് നമ്മുടെ തൊലിയുടെ നില പാലിക്കുന്നത്, സെറിബെല്ലമാണ്. ബാക്കിയുള്ളത് സെറിബ്രം എന്ന് പറയുന്ന വലിയ ഭാഗം അല്ലേ. ചിന്തയും ബുദ്ധിയും ഓർമ്മയും ഒക്കെ കൊണ്ടുവെക്കുന്ന സാധനമാണ്. ഐച്ഛിക പ്രവർത്തനം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രം പ്രവർത്തിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്, ഈ സെറിബ്രത്തിനെ വെച്ചിട്ടാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്, കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള കാസർഗോഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഹരിതഗൃഹവാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ അന്തരീക്ഷം ചൂട് പിടിക്കാറുണ്ട്. ഹരിതഗൃഹവാതകം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആഗോളതാപനം ഉണ്ടാകുന്നതും അങ്ങനെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ അന്തരീക്ഷം ചൂട് പിടിക്കുന്നു. അടുത്തത് മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുക? മെനിഞ്ചൈറ്റിസ് രോഗം ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുക? ആൻസർ തലച്ചോറ്. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? മസ്തിഷ്കം അല്ലേ. ഇപ്പോൾ പറയുന്ന മസ്തിഷ്കം എന്ന് പറഞ്ഞില്ലേ, മസ്തിഷ്കം. തലച്ചോറിൻ്റെ മറ്റൊരു പേരാണ് മസ്തിഷ്കം എന്നുള്ളത് അല്ലേ. അപ്പോൾ തലച്ചോറിനെ പൊലിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണെന്ത്? ഇരട്ടപ്പാളി ആവരണമുണ്ട്, മെനിഞ്ചസ് എന്ന് പറയും. മെനിഞ്ചസ് ആണ് തലച്ചോറിനെ മസ്തിഷ്കത്തിനെ പൊലിഞ്ഞു കാണുന്ന ഇരട്ടപ്പാളിയുള്ള ആവരണമാണെന്ത്? മെനിഞ്ചസ്. ഇരട്ടപ്പാളിയാണ്. ഈ ഇരട്ടപ്പാളിയായ മെനിഞ്ചസിൽ 2 പാളിക്കിടയ്ക്ക് ഒരു ദ്രാവകമുണ്ട്. അതാണെന്ത്? സെറിബ്രോ സ്പൈനൽ ദ്രാവകം എന്നൊക്കെ പറയും അല്ലേ. മെനിഞ്ചസ് ഫ്ലൂയിഡ്. അപ്പോൾ അങ്ങനെയുള്ള ഈ മെനിഞ്ചസിനകത്ത് ഇടയ്ക്കുള്ള ഫ്ലൂയിഡിനുമൊക്കെ ഇതുണ്ടാവുന്നുണ്ട്, ഇൻഫെക്ഷൻ അടിക്കുക. അതാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ. ശ്വാസകോശത്തിൻ്റെ ബാധിക്കുന്ന അല്ലെങ്കിൽ ശ്വാസകോശത്തിനെ പൊരിഞ്ഞ് കാണുന്ന ആ അറയ്ക്ക് പറയുന്ന പേരെന്താ? ശ്വാസകോശം എന്ന് പറയുന്നത് ഇരട്ടസ്ഥലമാണ് അല്ലേ. ഇവിടെ എന്താ പറയുക? പ്ലൂറാസ്ഥലം എന്നാണ് പറയുക. പ്ലൂറാസ്ഥലം എന്നാണ് പറയുക. ശ്വാസകോശത്തിനെ പൊരിഞ്ഞ് കാണുന്ന ഇരട്ടസ്ഥലം പ്ലൂറാസ്ഥലം. ഇതിൻ്റെ ഇടയ്ക്കും ഒരു ഫ്ലൂയിഡ്, ഒരു ദ്രാവകം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടുത്തത് മെനിഞ്ചൈറ്റിസ് രോഗം ഏത് ഭാഗത്തെ ബാധിക്കുന്നു? തലച്ചോറിനെയാണ് ബാധിക്കുന്നത് അല്ലേ. എന്ന് പറയുമ്പോൾ തലച്ചോറിനെ പൊലിഞ്ഞു കാണുന്ന ആവരണമാണ് മെനിഞ്ചസ്, ഇരട്ടപ്പാളി സ്ഥലമാണ്. അതിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ, അതിനെ ബാധിക്കുന്ന അണുബാധയാണെന്ത്? മെനിഞ്ചൈറ്റിസ് രോഗമെന്ന് പറയുന്നത്. അപ്പോൾ തലച്ചോറിനെ നോക്കുമ്പോൾ ഈ മെനിഞ്ചസ് അല്ലെങ്കിൽ ഇരട്ടപ്പാളി മാത്രമല്ല, അതിനെ പൊരിഞ്ഞ് കപാലം എന്ന് പറയുന്ന കട്ടുകൂടിയ ഭാഗമുണ്ട്, തലയോട്ടി. കപാലം എന്ന് പറയും. കപാലം, തലയോട്ടിയുണ്ട് നമുക്ക്. അതിന് താഴെയാണ് മെനിഞ്ചസ് പാളികൾ വരുന്നത്. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ആൻസർ ഈജിപ്റ്റാണ്. 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം.
റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിൻ്റെ തടാകം എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ലാക്സ് വറീസ്. ലാക്സ് വറീസ്. ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാണ്? മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാണ്? വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുവാനായി ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? റബ്ബർ ടാപ്പിംഗ് സമയം കഴിഞ്ഞ ശേഷം ഒരു ഷീറ്റ് അടിക്കുന്ന സമയത്ത് ചേർക്കുന്ന പദാർത്ഥമാണ് ഏത്? സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുവാനായി ചേർക്കുന്ന പദാർത്ഥമാണ് ഏത്? സൾഫറാണ്. സൾഫർ. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ സിക്കിം. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഒലിവർ ഡീമൻ. ഒലിവർ ഡീമൻ. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ് എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ്. കാരണം അവിടെ ആൻറ്റിജനുകളൊന്നും തന്നെ ഇല്ല. രക്തഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 4 രക്തഗ്രൂപ്പ്, മെയിൻലി 4 ഗ്രൂപ്പ്: എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, O ഗ്രൂപ്പ് എന്ന് പറയും 3. ഇനി പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഗ്രൂപ്പുകൾ. മെയിൻലി 4 ഗ്രൂപ്പ്: എ ഗ്രൂപ്പ്, എ പോസിറ്റീവ് ഉണ്ട്, എ നെഗറ്റീവ് ഉണ്ട്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ് ഉണ്ട്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ് ഉണ്ട്. പോട്ടെ. പോസിറ്റീവ് നെഗറ്റീവ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഒരു RH ഫാക്ടർ ഉണ്ട്. RH ഫാക്ടർ, റിസസ് മങ്കിയുടെ ഫാക്ടർ എന്ന് പറയും. അയ്യോ, RH ഘടകം, RH ഫാക്ടർ, RH ഘടകം ഉണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പോസിറ്റീവ് എന്ന് പറയുക. RH ഘടകം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എന്താണ്? എ പോസിറ്റീവ് എന്ന് പറയും. എ ഗ്രൂപ്പിൽ ഇപ്പോൾ ആ RH ഘടകം ഉണ്ടെങ്കിൽ അതിനെ എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയും. എ ഗ്രൂപ്പിൽ RH ഘടകം ഇല്ലെങ്കിൽ അതിനെ എ നെഗറ്റീവ് എന്നാണ് പറയുക. അതേപോലെ തന്നെ ബാക്കിയല്ല. ബിയും അങ്ങനെ, എ ബിയും അങ്ങനെ, ഒയും അങ്ങനെ. ഇവിടെ എ എന്ന് പറയും എ ഗ്രൂപ്പിൽ എന്താണ്? പോസിറ്റീവ് നെഗറ്റീവിൻ്റെയും കാര്യം അതാണ്. ഓക്കെ. RH ഘടകം ഉണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പറയും. ഇനി എ ബിയും എ ബി ഗ്രൂപ്പും എങ്ങനെ വന്നിട്ടുണ്ട്? എ ഗ്രൂപ്പിൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലുണ്ട്. ആൻറ്റിജനും ആൻറ്റിബോഡിയും ഉണ്ട്. ആൻറ്റിജൻ എ ആണുണ്ടെങ്കിൽ അത് എ ഗ്രൂപ്പ് എന്ന് പറയും. ആൻറ്റിജൻ എ ആണെങ്കിൽ അതിനെ എ ഗ്രൂപ്പ് എന്ന് പറയുന്നു. അവിടുത്തെ ആൻറ്റിബോഡി എപ്പോഴും ബി ആയിരിക്കും. ആൻറ്റിജൻ ബി ആണെങ്കിൽ ഇത് ബി ഗ്രൂപ്പ് എന്ന് പറയുന്നു. അവിടുത്തെ ആൻറ്റിബോഡി എപ്പോഴും എ ആയിരിക്കും. എ ബിയിൽ 2 ആൻറ്റിജനുകളുമുണ്ട്. എ ആൻറ്റിജനുമുണ്ട്, ബി ആൻറ്റിജനുമുണ്ട്. അവിടെ ആൻറ്റിബോഡീസ് ഇല്ല. ഓയിൽ ഇവിടെ എന്തില്ല? ഒന്നുമില്ല. 2 ആൻറ്റിജനുകളും ഇല്ല. അതുകൊണ്ട് ആർക്കും എല്ലാം കൊടുക്കുക അവർക്ക്. ഇവിടെ ആൻറ്റിബോഡി എയും ബിയും ഉണ്ട് താൻ. ഓക്കെ. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഇലക്ട്രോ കാർഡിയോഗ്രാം. EEG. ഇലക്ട്രോ കാർഡിയോഗ്രാം. ECG. ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ എൻസെഫലോ ആണ്, മറ്റു മസ്തിഷ്കത്തിൻ്റെ കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം. മറ്റേത് EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം, മസ്തിഷ്കത്തിൻ്റെ തരംഗങ്ങളെയാണ്. ഇത് ECG ഇലക്ട്രോ കാർഡിയോഗ്രാം. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാക്കുന്ന രോഗാവസ്ഥയാണ് ഏതാണ്? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാക്കുന്ന രോഗാവസ്ഥയാണ് ഏത്? ആൻസർ എന്താണ്? ഹീമോഫീലിയ അല്ലേ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ K ആണ്. അറിയാമല്ലോ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ K ആണ്. ഇവിടെ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാക്കുന്ന അവസ്ഥ ഏതാണ്? ഹീമോഫീലിയ എന്ന് പറയും. ഹീ എന്ന് പറയുമ്പോൾ ബ്ലഡാണ് ഹീമോഫീലിയ. അതായത് ഒരു പാരമ്പര്യ രോഗമാണ് ഇത് ഹീമോഫീലിയ എന്ന് പറയുക. പാരമ്പര്യമേ മാത്രമേ അത്
ഉണ്ടാവുകയുള്ളൂ. ജനിതക രോഗമുണ്ട്, ജനിതക വൈകല്യമുള്ളവർക്ക് ഉണ്ടാകുന്നതാണ്. ജനിതക രോഗമാണെന്ത് അത് വരിക. ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ജനറ്റിക്കലി എന്ന് വെച്ചാൽ അതായത് അച്ഛൻ കൊച്ചുമക്കൾ, അപ്പൂപ്പൻ കൊച്ചുമക്കൾ, അങ്ങനെ വരുന്ന ഇതാണ്. അച്ഛൻ നേരിട്ട് മക്കളിലേക്കല്ല. അപ്പോൾ അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ മക്കൾക്കുണ്ടാവില്ല, അവരുടെ മക്കൾക്കുണ്ടാവും. അങ്ങനെ ഇടയ്ക്കത്തെ ആൾക്ക് ആ തലമുറയെ കാണത്തില്ല. അങ്ങനെയാണ് വരിക. അതായത് പാരമ്പര്യമായി ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ഹിമോഫീലിയ അതാണ്. അത് അടുത്തടുത്ത ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത് മൂലമൊക്കെ അങ്ങനെ ഉണ്ടാകാം. ഓക്കെ. അപ്പോൾ ചെറിയ മുറിയിൽ നിന്ന് പോലും രക്തനഷ്ടമുണ്ടാക്കുന്ന രോഗാവസ്ഥയാണെന്ത്? ഹിമോഫീലിയ. ഒരു ജനിതക രോഗം ആണിത് അല്ലേ. സിക്കിൾ സെൽ അനീമിയയും എന്താണ്? ഒരു ജനിതക രോഗമാണ്. ഇവിടെ നടക്കുന്ന സിക്കിൾ സെൽ അനീമിയയും ഹിമോഫീലിയയും ഒക്കെ എന്താണ്? ജനിതക രോഗമാണ് അല്ലേ. ഹാർട്ട് അറ്റാക്ക് ഒക്കെ എന്താണ് വരുന്നത്? ഒരു നമ്മുടെ ജീവിതശൈലി രോഗമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്ത പ്രസ്താവനകൾ ശരിയാണോ എന്ന് നോക്കുക. ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉം ശരിയാണ്. 18, 20, 60 പ്രായമുള്ളവർക്ക് രക്തം കൊടുക്കാൻ പറ്റും. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. ഓക്കെ. രക്തദാനം എന്ന് പറയുമ്പോൾ അല്ലെ, ക്രോസ് മാച്ചിങ് കഴിഞ്ഞ ശേഷമാണ് രക്തം എപ്പോഴും ദാനം ചെയ്യുക അല്ലേ. ഇവിടെ നമ്മളെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പം എയും ബിയും ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. എ ബി എന്ന് പറയുമ്പോൾ സാർവിക സ്വീകർത്താവാണ്, ഒ സാർവിക ദാതാവാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് എല്ലാം കൂടി ക്രോസ് മാച്ച് ചെയ്തതിന് ശേഷമേ രക്തം കൊടുക്കുകയുള്ളൂ അല്ലേ, കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. പോസിറ്റീവ് നോക്കും, നെഗറ്റീവ് എല്ലാം നോക്കിയതിന് ശേഷം രക്തം ക്രോസ് മാച്ചിങ് എന്ന് പറയും. അതിന് ശേഷം മാത്രം രക്തം ദാനം ചെയ്യുകയുള്ളൂ. എല്ലാവർക്കും അങ്ങനെ കൊടുക്കാം, പക്ഷേ രക്തം കൊടുക്കുന്ന ആളോട് മാറ്റി ചേർന്നെങ്കിൽ മാത്രമേ അല്ലേ, ഒരേപോലെ ആണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വായ, അന്നപഥം, അന്നപഥത്തിലുള്ള ചലനം എന്നാണ്, ഫുഡ് ഇറങ്ങിപ്പോകുന്ന ചലനത്തിന് പറയുന്ന പേരെന്താണ്? പെരിസ്റ്റാൾസിസ് അല്ലേ. പെരിസ്റ്റാൾസിസ് എന്ന് പറയാം. അതായത് അന്നപഥത്തിലൂടെ അല്ലെങ്കിൽ ഈ വായ്ക്ക് താഴെയുള്ള കുഴലിൽ കൂടെ അന്നപഥത്തിലൂടെ ആഹാരം നമ്മൾ തൊണ്ടയ്ക്ക് നിറക്കുകയല്ലേ ഉള്ളൂ. പിന്നെ അത് ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണ്? ഈ തരംഗരൂപത്തിലുള്ള ചലനമാണ്. നമ്മുടെ കുഴലിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണെന്ത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയാം. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണെന്ത്? നമ്മുടെ അല്ലേ ആമാശയം എന്ന് പറയുന്ന ആ വലിയ ഭാഗം. അവിടെയുള്ള ആസിഡാണെന്ത്? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് കഴിഞ്ഞാണ് എന്താ പറയുക ആ പക്വാശയമൊക്കെ വരിക. അതിനുശേഷമാണ് ചെറുകുടലിലേക്ക് പോകുന്നത്. ഇനി ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? ഏതാണ്? വിറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് അല്ലേ. വിറ്റമിൻ കെയുടെ കുറവെന്ന് സംഭവിക്കുന്നുണ്ട്, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ ഉണ്ടാകും അല്ലേ. അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകൾ വൈറ്റമിൻ കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി, എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകൾ അല്ലേ. ഏത് വൈറസാണ്? HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്? ആൻസർ ഇൻസുലിനാണ് അല്ലേ. ആൻസർ ഇൻസുലിൻ. സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത് എങ്ങനെയാണ്? ഇൻസുലിൻ. ആൻസർ ഇൻസുലിനാണ്. സാധാരണ നില എന്ന് പറയുമ്പോൾ എത്രയാണ്? 80 to 120 mg/100 ml ആണല്ലേ വരുന്നത്. അതാണ് സാധാരണ നില. അപ്പോൾ ഇത് നമ്മുടെ പാൻക്രിയാസിൻ്റെ അവിടെയുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺസാണ്. ഇത് ഒന്ന് ഗ്ലൂക്കഗോണും രണ്ടാമത്തെ ഇൻസുലിനുമാണ് അല്ലേ. ഈ രണ്ട് ഹോർമോണിൻ്റെയും കൂടി പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഈ 80 to 120 നടത്തിപ്പോവുക അല്ലേ. ഇവിടെ കൂടുതലാവുന്നത് എങ്ങനെ ചോദിച്ചില്ലേ? എങ്ങനെയാണ് കൂടുതലാവുക? എന്തിൻ്റെ കുറവ് കൊണ്ടാണ് കൂടുതലാവുക? ഇൻസുലിൻ്റെ കൂടുതലുണ്ട് കേട്ടോ. ഇൻസുലിനാണ്. അതായത് രക്തത്തിനെ അധികമുള്ള ഗ്ലൂക്കോസിനെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഗ്ലൂക്കോസ് ഒരുപാടുണ്ടെങ്കിൽ അതിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്ന ആരാണ്? ഇൻസുലിനാണ്.
അപ്പോൾ ഗ്ലൈക്കോജൻ കുറവൊന്നും സംഭവിക്കുന്നുണ്ട്, അത് കൂടുക ആവശ്യമില്ല, ഗ്ലൂക്കോസ് അവിടെ ഒരുപാട് കൂടത്തില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സംഭരിക്കുന്നത് ഇൻസുലിനാണ്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ഇൻസുലിൻ ഇല്ലാതെ വന്നാൽ, ഇൻസുലിൻ്റെ അഭാവം വന്നാൽ, ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ അഭാവം വന്നാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നില്ല. അപ്പോൾ ഗ്ലൂക്കോസ് കൂടുന്നു അല്ലേ, പഞ്ചസാര കൂടുന്നു. ഓക്കെ. തൈറോക്സിൻ എന്ന് പറയുമ്പോൾ ഏത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ? തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലേ, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുക. ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. വളരെ പഴക്കമുള്ള ചോദ്യമാണത്. അടുത്തത്, ചില രോഗങ്ങളും അവയ്ക്കെതിരെ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായ ജോഡി എഴുതുക. ശരിയായ ജോഡി ഏതാണ്? BCG ക്ഷയം അല്ലേ, ക്ഷയം, BCG ക്ഷയം. ട്യൂബർക്കിൾ ബാസിലസ് അല്ലേ, ട്യൂബർക്കിൾ ബാസിലസ് ക്ഷയം. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? അറിയാത്തതല്ലോ അല്ലേ, വീണ ജോർജ്. ഓക്കെ. ഇനി അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടാണ് റെഡ് റിബൺ അടയാളം? റെഡ് റിബൺ ഏതാണ്? റെഡ് റിബൺ എയ്ഡ്സ്. റെഡ് റിബൺ അടയാളം ഏതിനാണ് അല്ലേ? ഇത് ഇങ്ങനെ വരുന്നത് അല്ലേ, അങ്ങനെയല്ലേ? റെഡ് റിബൺ അടയാളം എയ്ഡ്സ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ജനീവ. COVID-19 കാരണമാകുന്ന രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? ആൻസർ വൈറസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.